2021 അപേക്ഷിച്ച് 26 നോക്കുമ്പോൾ 26 104 UDF 104 ആണിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 34 LDF. കഴിഞ്ഞ തവണത്തിൽ നിന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ വ്യത്യാസമാണ്. 99 ആയിരുന്നു LDF എങ്കിൽ 41 ആയിരുന്നു UDF ഉണ്ടായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകത LDF ഒരുപാട് പരമ്പരാഗത മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ചൊരു വിശകലനം നടത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളതിന് മനസ്സിലാക്കുന്നത്? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത യഥാർത്ഥത്തിൽ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് മണ്ഡലങ്ങളിൽ നിരവധി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണ നിലയ്ക്ക് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കണക്കുകളിൽ ഒരു 40 മണ്ഡലങ്ങൾ ഏത് കൊടുങ്കാറ്റിലും LDF ജയിക്കാവുന്ന 40 മണ്ഡലങ്ങളുണ്ട്. CPIക്കും CPM അത്രയേറെ വോട്ട് ബാങ്കുള്ള ബേസുള്ള മണ്ഡലങ്ങളുണ്ട്. ആ 40 മണ്ഡലങ്ങൾക്ക് പുറമേ ഒരു 35-40 മണ്ഡലങ്ങൾ കൂടി കിട്ടുമ്പോഴാണ് ഭരണത്തിലേക്ക് വരുന്നത്. UDF സംബന്ധിച്ച് അങ്ങനെ ഒരു ആനുകൂല്യമില്ല. UDF പലപ്പോഴും ഒരു 30 സീറ്റ് പോലും ഉറച്ച മണ്ഡലം എന്ന് പറയാനൊന്നുമില്ല, അങ്ങനെയില്ല. അത് കഴിഞ്ഞ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് വന്നൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് UDF ഒരു മേധാവിത്വം പൊതുവിൽ LDF പക്ഷേ ഇത്തവണത്തെ ഒരു സവിശേഷത മലബാറിൽ ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലെ അടക്കമുള്ള പരമ്പരാഗത ഇടതുപക്ഷ മണ്ഡലങ്ങളിൽ വലിയ തകർച്ച വന്നിട്ടുണ്ട്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, തളിപ്പറമ്പ്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഈ 3 മണ്ഡലങ്ങൾ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെടാത്ത മണ്ഡലങ്ങളാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും CPM ജയിച്ചു കയറുന്ന മണ്ഡലമാണ്. അത്രയും സുരക്ഷിത മണ്ഡലമാണ്. വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ധൈര്യമായിട്ട് മത്സരിക്കാവുന്ന മണ്ഡലങ്ങളാണ് തൃക്കരിപ്പൂരായാലും പയ്യന്നൂരായാലും തളിപ്പറമ്പായാലും. ഇതെല്ലാം അടുത്തടുത്ത് യോജിച്ച് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. പക്ഷേ ഇത്തവണ ഈ 3 മണ്ഡലങ്ങളും LDF നഷ്ടപ്പെട്ടു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരുപക്ഷെ കാസർഗോഡോ കണ്ണൂരോ അല്ലാത്ത ഒരാൾ, ആ ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാൾ വന്ന് മത്സരിച്ച് ജയിക്കുകയാണ്. പയ്യന്നൂരിലെ പ്രത്യേകത, പയ്യന്നൂരിലെ ഒരു വിമത സ്ഥാനാർത്ഥി CPM നിന്ന് പുറത്തു വന്നിട്ട് ജയിക്കുകയാണ്. അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. സാധാരണ അങ്ങനെ ഒരു വിമത സ്ഥാനാർത്ഥിക്ക് UDF പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് പയ്യന്നൂർ പോലൊരു മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ച് സാധ്യമല്ല. തളിപ്പറമ്പിലും അതേ സ്ഥിതിയാണ്. തളിപ്പറമ്പിലും CPM തലമുതിർന്ന നേതാവ് പുറത്തു വന്നിട്ട്, TK ഗോവിന്ദൻ പുറത്തു വന്നിട്ട് മത്സരിച്ച് UDF പിന്തുണയോടെ ജയിക്കുകയാണ്. പയ്യന്നൂരിലെ കേസ് കുറേ കൂടി രൂക്ഷമാണ്. കാരണം അവിടുത്തെ നിലവിലുള്ള MLA അഴിമതി നടത്തിയെന്ന് തെളിവ് സഹിതം കുഞ്ഞികൃഷ്ണൻ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതിന് ശേഷവും അതേ ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി CPM പ്രഖ്യാപിക്കുകയാണ്. അതിനെ ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നാണ് ആ റിസൾട്ട് കാണിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുള്ളതിൽ 11 സീറ്റും LDF ജയിച്ചതാണ്. 2 സീറ്റാണ് UDF ജയിച്ചിരുന്നത്. ഇത്തവണ LDF ഒരൊറ്റ സീറ്റേ ഉള്ളൂ. അത് ബേപ്പൂരാണ്. മൊമോറിയാസ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ബാക്കി 12 സീറ്റിലും LDF തോറ്റു. അതിലുള്ളൊരു പ്രത്യേകത, നാദാവ് ഒരു 50 കൊല്ലമായിട്ട് CPIയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥി അല്ലാതെ ഒരാളും ജയിക്കാത്ത മണ്ഡലമാണ്. പേരാമ്പ്ര അടുത്ത കാലത്തൊന്നും തോറ്റിട്ടില്ല. ബാലുശ്ശേരി അടുത്ത കാലത്തൊന്നും തോറ്റിട്ടില്ല. എലത്തൂർ ഒരിക്കലും തോൽക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലമാണ്. കോഴിക്കോട് 1ഉം 2ഉം ഒക്കെ അങ്ങനെയുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ പരാജയപ്പെട്ടു. മലപ്പുറത്തേക്ക് പോകുമ്പോൾ തവനൂർ, പൊന്നാനി തുടങ്ങിയ മണ്ഡലങ്ങൾ, അതൊക്കെ ഒരു ഇടതുപക്ഷത്തിന് എത്രയോ കാലമായിട്ട് വലിയ ബേസുള്ള മണ്ഡലമാണ്. പൊന്നാനി പ്രത്യേകിച്ച് അവിടെ പരാജയപ്പെട്ടു. അങ്ങനെ ഓരോ ജില്ലയിലും എടുക്കുമ്പോൾ ഇപ്പോൾ വളരെ സുരക്ഷിത അമ്പലപ്പുഴ, G. സുധാകരൻ ഒരു വിമത സ്ഥാനാർത്ഥിയായി വന്ന് G. സുധാകരൻ ജയിച്ചു. വൈക്കത്ത് എത്രയോ കാലമായിട്ട് CPIയുടെ മണ്ഡലമാണ്. പക്ഷേ വൈക്കത്ത് ഇത്തവണ UDF ജയിച്ചു. വാമനപുരത്ത് CPM മണ്ഡലമാണ്. വാമനപുരത്ത് ഇത്തവണ അവർ തോറ്റു. ഇങ്ങനെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് CPM CPIക്കും വലിയ തിരിച്ചടി കിട്ടി. ആ തിരിച്ചടിയുടെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, CPM CPIയും അതിൻ്റെ അണികളെ തൃപ്തിപ്പെടുത്തുന്ന രാഷ്ട്രീയമല്ല കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തിൻ്റെ, അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ വരുന്ന വന്നൊരു വെറുപ്പിൻ്റെ, വിരോധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ തോൽവി നേരിടേണ്ടി വന്നത്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പോലും 6ാം റൗണ്ട് വരെ പിണറായി വിജയൻ പിറകിലാണ്. ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ അത് അസാധ്യമായ കാര്യമാണ്. മട്ടന്നൂർ പോലെ വലിയ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ചെറിയ മാർജിനിലാണ് ആ സ്ഥാനാർത്ഥി തുടക്കത്തിൽ ഭൂരിപക്ഷം നിലനിർത്തുന്നത്.
അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാര്യം, CPM-ൻ്റെയും CPI-യുടെയും അണികൾക്ക് അവരുടെ നേതൃത്വത്തോട് താല്പര്യമില്ല, വിശ്വാസമില്ല. അവർ പറയുന്നതിൽ പലതും കാപട്യം നിറഞ്ഞതാണെന്ന ബോധ്യമുണ്ട്. അവരുടെ താല്പര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് താല്പര്യങ്ങളല്ല എന്ന തിരിച്ചറിവുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരു വിയോജിപ്പ് ആണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലങ്ങളിലെ തോൽവി കാണിക്കുന്നത്. അവർ തോൽപ്പിച്ച് തിരുത്താൻ ശ്രമിക്കുകയാണ്. ഇതിനൊരു ഭരണ വിരുദ്ധ വികാരം എന്നുള്ള ഉപരിയായിട്ട് ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിലുള്ള ഒരു വിയോജിപ്പുകളായിട്ട് തന്നെ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ആ വിയോജിപ്പുകളാണ്. അത് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാണ് ശരി. അണികൾ ഇറങ്ങി നേതൃത്വത്തെ തിരുത്തണം എന്നാണ് പറഞ്ഞത്. അണികൾ ആ ജോലിയാണ് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, പലരും തുടക്കം മുതലൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ 3-ാം വട്ടവും പിണറായി എന്ന ക്യാമ്പയിൻ വന്നപ്പോൾ എത്രയോ ഇടതുപക്ഷ മനോഭാവമുള്ളവർ പറഞ്ഞ കാര്യം, ഇനിയും പിണറായി വിജയനോ അല്ലെങ്കിൽ LDF വന്നാൽ ബംഗാൾ പോലെയോ ത്രിപുര പോലെയോ ആയി കേരളം മാറും എന്ന്. അങ്ങനെ മാറാതിരിക്കാനുള്ള ഒരു വഴി അവർക്ക് അധികാരം കൊടുക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് അവർ അധികാരത്തിന് പുറത്തു പോകണം, തോൽക്കണം, പ്രതിപക്ഷത്തിരിക്കണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമരം ചെയ്യേണ്ടി വരും, ജനങ്ങളെ കേൾക്കേണ്ടി വരും. അങ്ങനെ ഒരു തിരുത്തലിനുള്ള സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. യഥാർത്ഥത്തിൽ LDF-നെ തോൽപ്പിച്ചിട്ട് UDF-നെ വിജയിപ്പിച്ചിട്ട്, അങ്ങനെ UDF വിജയിച്ചാൽ LDF രക്ഷപ്പെടുമെന്നൊരു ഫീലിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ കാണേണ്ടത്. അണികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം കൂടിയായിട്ട് നമ്മളതിനെ മനസ്സിലാക്കും. തീർച്ചയായിട്ടും അണികൾ കുറെ കൂടി ഉയർന്ന രാഷ്ട്രീയം പ്രകടിപ്പിക്കുകയും ഈ സംവിധാനത്തെ തിരുത്താൻ വേണ്ടി അവർ ബോധപൂർവം തന്നെ ശ്രമിക്കുകയും അവരുടെ വോട്ട് മാറ്റി കുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കാണാവുന്നത്. യഥാർത്ഥത്തിൽ ഒരിക്കലും അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനെതിരെ ആ ചിഹ്നം മറന്നുകൊണ്ടൊരു വോട്ട് ചെയ്യുക എന്നുള്ളത് മലബാറിൽ സാധ്യമല്ല പ്രത്യേകിച്ച്. പക്ഷേ ഇത്തവണ അത് സാധ്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും തൃക്കരിപ്പൂരിലും പൊന്നാനിയിലും ഒക്കെ കാണുന്നത് ഈ ഒരു പ്രതിഭാസമാണ്. അത് കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ പുസ്തകം പറയുന്നത് പോലെ അതെ, അതൊരു പ്രവചന സ്വഭാവമുള്ള പുസ്തകമാണ്. സുകുമാറിൻ്റെ ശേഷക്രിയ കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ എങ്ങനെ വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകം കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകമാണ്.